കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ എന്റെ പൊന്നാചാരം ഇങ്ങനെ കള്ളും മേടിച്ചു കൊടുത്ത ആളെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോരാ പോരാ അവിടെ അത് അതാ ഇവിടെ നിന്നാ കുറച്ച് മണ്ണിടാൻ മേലായിരുന്നു ചെടിയായി എല്ലാം പിടി ഇത് ലിൻഡോ ജോസഫ് എന്ന തിരുവമ്പാടിയുടെ പ്രിയപ്പെട്ട MLA അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചൊരു വീഡിയോ ആണ്. ഇന്ന് അദ്ദേഹം പുന്നക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തില് അവിടെ കടകൾ കയറിയുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ട് വോട്ടഭ്യർത്ഥിക്കുമ്പോൾ രണ്ട് പയ്യന്മാർ ബ്ലാക്ക് ടീഷർട്ടിട്ട രണ്ട് പയ്യന്മാർ വരുന്നു. അവർ വന്ന് എല്ലാ കടകളും കയറുന്നല്ല ഞങ്ങളുടെ കടയിലും വരുമെന്ന് ചോദിച്ചിട്ട് അവരെ കൂട്ടി ആ കാറിനകത്ത് കയറി MLAയുടെ കാറിനകത്ത് നല്ല എന്താ പറയുക അതിനകത്ത് ആ കുട്ടികൾ ഇരിക്കുമ്പോൾ കുട്ടികൾ ഒരു എന്താ പറയുക നമ്മളെന്തോ നേടി എന്ന നിലയിൽ അതിനകത്ത് ഇരുന്നിട്ട് പോയി MLAയും കൂട്ടി ഞങ്ങളുടെ മിഠായി കച്ചവടവും മിഠായിയും ഉപ്പിലിട്ടതൊക്കെ വെക്കുന്ന ആ കടയിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് MLA ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും ഒക്കെ എടുത്ത് കഴിച്ച് അവർക്ക് കൂടെ ഉണ്ടാകുന്നവർക്കൊക്കെ കൊടുത്ത് ആ ഒരു സന്തോഷം പങ്കുവച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നിട്ടത്. ലിൻഡോ ജോസഫ് ആൾക്ക് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആളുടെ ഒരു കാലിന് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ആള് തിരുവമ്പാടിയിലെ MLA എന്ന നിലയിൽ ആ മണ്ഡലത്തിന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ മണ്ഡലത്തിലെ ജനങ്ങൾ സാക്ഷ്യപ്പെടുന്നത്. ആള് മണ്ഡലത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എത്താറുണ്ട്. ആരെങ്കിലും അദ്ദേഹത്തെ കണ്ട് ഇത്രയും കാലം MLA ആയിരുന്ന കാലഘട്ടങ്ങളിലോ അതിന് മുമ്പോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന സമയത്തൊക്കെ ലിൻഡോയെ കണ്ട് ആരെങ്കിലും ഒരു കാര്യം അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ ലിൻഡോയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ലിൻഡോ ചെയ്യും. ഇനി അതല്ല ലിൻഡോയെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ലിൻഡോ അതിന്റെ മാർഗം പറഞ്ഞു കൊടുക്കും. ഞാനല്ല ഇത് ചെയ്യേണ്ടത്, ഇന്നയാളെ കണ്ടു കഴിഞ്ഞാൽ നടക്കും എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ അത്ര ജനകീയനാണ് ലിൻഡോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുവമ്പാടി മണ്ഡലത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം വീണ്ടും ലിൻഡോയെ മത്സര രംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു മത്സരം നടക്കുന്നു. അപ്പോൾ ഉറച്ച മണ്ഡലങ്ങളിൽ ഉറച്ച സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നുള്ളത് അറിയാം. അപ്പോൾ അത്രയും ജനകീയനായിട്ടുള്ള ഇനി MLA ആണ് അത്രയും ജനകീയൻ, ഇനി അതല്ല വേറെ അവിടെയുള്ള നേതാക്കളാണ് അത്രയും ജനകീയനെങ്കിൽ അതിന് കണക്കായിട്ട് ആളുകളെ മാറ്റിയും റീപ്ലേസ് ചെയ്തൊക്കെയാണ് ഇത്തവണ അവരുടെ പ്രചാരണവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ തിരുവമ്പാടിയിൽ മറ്റൊരാളെ കുറിച്ച് ആലോചന ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. ലിൻഡോ വന്നു. ലിൻഡോ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തവണയും കൂടെ പരിഗണിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾക്ക് വരെ ലിൻഡോ ഒരു MLA ബ്രോയാണ്. ഇപ്പോൾ പണ്ടാണല്ലോ MLA MP എന്നൊക്കെ പറയുന്നവരൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുമ്പോൾ അത്ര ഭയഭക്തി ബഹുമാനത്തോടു കൂടിയൊക്കെ സംസാരിക്കുന്നത്. ഇപ്പൊ യൂത്തന്മാരാണ് MLA MP-മാരൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഈ ചെറിയ കുട്ടികൾ മുതൽ ബ്രോയാണ്. നമ്മൾ നേരത്തെ പ്രശാന്തിനെ കളക്ടർ ബ്രോ എന്ന് വിളിച്ച് അവിടെ മുതലാണ് നമ്മൾ ആ ബ്രോ എന്നുള്ള വിളി കൂടുതൽ കേട്ടു തുടങ്ങി. ഇപ്പോൾ MLA ബ്രോയാണ്. അങ്ങനെ ലിൻഡോ തിരുവമ്പാടിയുടെ MLA ബ്രോയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പം ഒരു രസകരമായിട്ട് തോന്നി. അപ്പോൾ അതിവിടെ പങ്കുവെച്ചുള്ളൂ. ഇനി നമുക്ക് അതേപോലെ തന്നെയുള്ളൊരു മറ്റൊരു വീഡിയോ, കാരണം ഇലക്ഷൻ കാലത്ത് നമുക്ക് കുറേ വീഡിയോകൾ കിട്ടുമല്ലോ. അപ്പോൾ ആ ഇലക്ഷൻ സമയത്ത് നമുക്ക് കിട്ടുന്ന കുറേ വീഡിയോകളിൽ അടുത്ത ഒരു വീഡിയോ നമുക്ക് കാണാം. ആ വീഡിയോ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് കാണാം. ഒന്നാം തീയതി പാഠപുസ്തകം വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ പരീക്ഷ എഴുതാനുള്ള ചോദ്യപേപ്പർ പോലും കുട്ടികളുടെ തയ്യാറായിട്ടില്ല. പരീക്ഷ കഴിഞ്ഞു. ഇതുപോലെ ആളെ തെറ്റിയത് കള്ളം പറയാൻ വേണ്ടി വെള്ളം മേടിച്ചു കൊടുത്ത് ഇതുപോലെ ആളെ നിർത്തിയിരിക്കുക കണ്ടിട്ടോ. ഡോക്ടർ ഇത്രയും ഞങ്ങൾക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ എന്റെ പൊന്നാചാരം ഇങ്ങനെ കള്ളം മേടിച്ചു കൊടുത്ത ആളെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ എന്റെ പോറ്റ ആശാരിക്കരെ കള്ളും മേടിച്ചു കൊടുത്ത് കള്ളം പറയാൻ വേണ്ടി ആളെ പറഞ്ഞു വിടാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. രണ്ട് മുന്നണിയിലുള്ള ആളുകളാണ്. അപ്പോൾ അരുൺകുമാർ അവിടെ വന്ന സമയത്ത് ഒരാൾ പ്രതികരണം നടത്തുകയാണ്. 1-ാം തീയതി പാഠപുസ്തകം നൽകും എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇതുവരെ ഈ പറഞ്ഞ പരീക്ഷയ്ക്കുള്ള
ചോദ്യപേപ്പർ പോലും തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ അരുൺകുമാർ തന്നെ കൗണ്ടർ അടിക്കുകയാണ്. അതിന് പരീക്ഷയൊക്കെ കഴിഞ്ഞു. ഇല്ല എന്ന് പറയുമ്പോൾ അടുത്ത ആള് മറ്റൊരു മുന്നണിയുടെ ആള് പറയുകയാണ്, അതായത് ഇടതുപക്ഷത്തിന്റെ ആള് പറയുകയാണ്, എന്മാതിരി കള്ളാണോ പറയുന്നത്, ഇങ്ങനെ കള്ളും മേടിച്ചു കൊടുത്ത് വെള്ളവും മേടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കള്ളം പറയാൻ ആളെ പറഞ്ഞു വിടാൻ പാടുണ്ടോ? ഒന്നുമില്ല, നാളെ ഇങ്ങനെ ഈ അരുൺകുമാർ മൈക്കൊക്കെ ആയിട്ട് വന്നപ്പോൾ കുറച്ചൊന്ന് ഇതായതാണ്, ഒന്ന് എന്തായാലും പറയാ കൗതുകം ലേശം കൂടുതലായിപ്പോയത്, അതുകൊണ്ട് പറ്റിയതാണ്. അതാണ് പാഠപുസ്തകം വിതരണം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പരീക്ഷയുടെ ചോദ്യപേപ്പർ പോലും വന്നില്ല എന്നൊക്കെ പറഞ്ഞു വിട്ടു. പക്ഷെ ആള് കുറച്ച് കൗതുകം ലേശം കൂടുതലായിട്ടൊന്ന് കയറ്റിപ്പിടിച്ചത്, അത് പണി പാളി, അത്രേ ഉള്ളൂ. എന്തായാലും ഇലക്ഷൻ പ്രചരണങ്ങൾ ഇനി ഒരു 2 ദിവസം കൂടെ എല്ലായിടത്തും ഉണ്ട്, 2-3 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ പ്രചരണങ്ങൾ കൊഴുക്കട്ടെ. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നാടിന് ഗുണം ചെയ്യും എന്ന് തോന്നുന്ന ആളുകളെ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ 10 വർഷമാണ് ഇടതുപക്ഷം ഭരിച്ചതാണെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തന മികവ് വിലയിരുത്തി ഒരു മികച്ച MLA നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇനി നിങ്ങൾക്ക് ഒരു മാറ്റി ചിന്തിക്കാൻ ഒരു അവസരം കിട്ടുക 5 വർഷങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് അയ്യോ പറ്റിപ്പോയി എന്ന് പറയരുത്. തൃശ്ശൂരുകാരിപ്പോൾ പറയും പോലെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുക. കാരണം അധികാരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്തോ കൊമ്പത്താണ് എന്ന് ചിന്തിക്കുന്ന പല ആളുകളും നമ്മുടെ നാട്ടിലുള്ളിടത്തോളം കാലം അങ്ങനെ ഒരു തെറ്റായൊരു തീരുമാനം എടുക്കാതിരിക്കുക. അപ്പോൾ നല്ല ഒരു തീരുമാനം ഉണ്ടാവുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.